ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു. ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തസ്നിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ സ്കോട്ട് റിട്ടർ എന്ന് പറയുന്ന ഒരാൾ, അയാളെ ഉദ്ധരിച്ച് റഷ്യയിലെ ഒരു പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് തസ്നിം റിപ്പോർട്ട് ചെയ്തത്. തസ്നിം എന്ന് പറയുന്നത് ഇറാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ്. അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത ഇപ്പോൾ ലോകത്ത് വ്യാപകമായി കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെയും ലോകത്തെമ്പാടുമുള്ള ഇസ്രയേൽ വിരുദ്ധർക്ക് വലിയ ആവേശമുണ്ടാക്കുന്നൊരു വാർത്തയാണ് നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ളത്. കഴിഞ്ഞ ഗാസ യുദ്ധം കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഇറാൻ അനുകൂലികളും പലസ്തീൻ അനുകൂലികളും നിരവധി വീഡിയോകൾ, ചിത്രങ്ങളൊക്കെ AI ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നെതന്യാഹു കൊല്ലപ്പെട്ട് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ചിത്രങ്ങളൊക്കെ ഫേക്കായിട്ട് ഉണ്ടാക്കി പ്രചരിപ്പിക്കുമായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് നേരിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം AI ഉപയോഗിച്ചിട്ടെങ്കിലും ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഫോട്ടോഷോപ്പിൽ ഒരു ചിത്രം ഉണ്ടാക്കി നെതന്യാഹുവിനെ തൂക്കിക്കൊല്ലുന്നതൊക്കെ ഇവിടെ ചിത്രങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കേരളത്തിലെ ആളുകളും ആഘോഷിക്കാറുണ്ടായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന തരത്തിൽ ആധികാരികമായ ഒരു വാർത്ത പോലെയാണ് തസ്നിം, ഇറാൻ്റെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ അയച്ച മിസൈൽ വന്ന് നെതന്യാഹു താമസിക്കുന്ന PMOയിൽ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ പതിച്ചു. നെതന്യാഹുവിൻ്റെ സഹോദരനും കൊല്ലപ്പെട്ടു. എന്നും മാത്രമല്ല, നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിലുള്ള സുരക്ഷാ മന്ത്രിയായ ഏറ്റവും വലിയ പലസ്തീൻ വിരുദ്ധനായ ഇത്താമർ ബെൻഗിവറും കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് വാർത്ത. അപ്പോൾ നോക്കുമ്പോൾ വലിയ നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്. ബെൻഗിവർ എന്ന് പറയുന്ന ആൾ ഈ വിശുദ്ധ ഭൂമിയായി കരുതുന്ന ഇവരുടെ ടെമ്പിൾ മൗണ്ടിൽ യഹൂദന്മാർക്ക് നിലവിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ, സ്റ്റാറ്റസ് കോയൊക്കെ ലംഘിച്ച് അവിടെ കയറി പ്രാർത്ഥിക്കുകയും യഹൂദന്മാരെ അവിടെ കയറി പ്രാർത്ഥിക്കാൻ അൽ-അഖ്സ മോസ്ക് ഇരിക്കുന്ന അവിടെ യഹൂദർക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്ത മന്ത്രിയാണ്. വലിയ ജൂത സ്പിരിറ്റുള്ള, ഒരുപക്ഷെ നെതന്യാഹുവിനേക്കാളും വലിയ ജൂത സ്പിരിറ്റുള്ള ആളാണ് ഇത്താമർ ബെൻഗിവർ കൊല്ലപ്പെട്ടു. നെതന്യാഹുവിൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു. നെതന്യാഹു തന്നെയും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വളരെ ആധികാരികമായി കൊടുക്കാൻ അവർ ഉപയോഗിക്കുന്ന ഒരു പേരാണ് സ്കോട്ട് റിട്ടർ എന്ന് പറയുന്ന മുൻ അമേരിക്കൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ CIA പഴയ ഏജൻ്റാണ്. അയാൾ പറഞ്ഞു എന്നുള്ള തരത്തിൽ ഒരു റഷ്യൻ പോർട്ടലിൽ വന്ന വാർത്ത കോട്ട് ചെയ്തിട്ടാണ് ഇറാൻ ഈ വാർത്ത ആഘോഷിക്കുന്നത്. വലിയ സന്തോഷം കേരളത്തിലുള്ള ആളുകൾക്കും. ഇറാൻ, അന്നം തരുന്ന നാടിനെ ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിനോട് ഒരനുഭാവവും പ്രകടിപ്പിക്കാതെ ഇറാന് കൈയടിച്ച് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന മലയാളി സുഹൃത്തുക്കൾക്കും വലിയ ആവേശമുണ്ടാവും നെതന്യാഹു കൊല്ലപ്പെട്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നതിനെ സംബന്ധിച്ച് തസ്നിം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ വീടിന് സമീപത്ത് വലിയ സെക്യൂരിറ്റിയാണ്. പിന്നെ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജാരദ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് അമേരിക്കൻ ട്രംപിൻ്റെ വലങ്കൈയായ ഇവരുമായിട്ടൊരു മീറ്റിംഗ് നെതന്യാഹുവിന് തീരുമാനിച്ചിരുന്നു. ആ മീറ്റിംഗ് നടന്നിട്ടില്ല. നെതന്യാഹുവിനെ കാണുന്നില്ല. നെതന്യാഹുവിൻ്റെ വീടിന് സമീപമാണ് ഞങ്ങൾ ബോംബാക്രമണം, മിസൈൽ ആക്രമണം നടത്തിയത്. അത് സക്സസ്ഫുള്ളാണ്, പ്രസിഷൻ സ്ട്രൈക്കായിരുന്നു. അതുകൊണ്ട് ഉറപ്പായിട്ടും നെതന്യാഹുവിൻ്റെ വീട് തകർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇറാനിയൻ മാധ്യമങ്ങൾ വലിയ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നെതന്യാഹു ഇസ്രയേലിൽ തന്നെ ഉണ്ടോ? ഇടയ്ക്കൊരു വാർത്ത വന്നിരുന്നു, നെതന്യാഹുവിൻ്റെ വിമാനം വിദൂരമായ ദേശങ്ങൾ, ജർമ്മനിയിലേക്കോ ഗ്രീസിലേക്കോ സൈപ്രസിലേക്കോ ഒക്കെ പറന്നുപോയി എന്നൊക്കെ പറഞ്ഞൊരു വാർത്തകളൊക്കെ വന്നിരുന്നു. നെതന്യാഹുവിൻ്റെ വിമാനം അങ്ങനെ പറക്കുന്നത് അന്താരാഷ്ട്ര ഏജൻസികൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെതന്യാഹു യുദ്ധം വന്നപ്പോൾ നെതന്യാഹു നേരെ യുദ്ധം 28-ാം തീയതി ഫെബ്രുവരി 28-നാണ് ആക്രമിച്ചത്. നെതന്യാഹു അപ്പോൾ തന്നെ സ്ഥലം വിട്ടിരുന്നു എന്ന് ഇവിടുത്തെ ഇസ്ലാമിക് ഹാൻഡിലുകൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം നെതന്യാഹു പലതവണ നെതന്യാഹുവിനെ കണ്ടു. അതായത് ഏറ്റവും അവസാനം നെതന്യാഹുവിനെ കണ്ടത് മാർച്ച് 7-ന് ബെയർഷേബ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിസൈൽ വീണു. അവിടെ നെതന്യാഹു പട്ടാളക്കാരൊപ്പം വന്നിട്ട് മിസൈൽ വീണ സ്ഥലം സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. പിന്നീട് മാർച്ച് 2-ാം തീയതി ബെയ്റ്റ്മേഷ് എന്ന് പറയുന്ന സ്ഥലത്ത് മിസൈൽ വീണു. 9 ഇസ്രയേലികൾ കൊല്ലപ്പെടുകയുണ്ടായി. അവിടെ നെതന്യാഹു വന്നു. അങ്ങനെ നെതന്യാഹു മാർച്ച് 7-ന് അവസാനം നെതന്യാഹു എന്ത് ചെയ്തു? ഈ രാവിലെ ഈ ബെർഷേബയിൽ മിസൈൽ ഇമ്പാക്റ്റ് ഉണ്ടായ സ്ഥലത്ത് സന്ദർശനം നടത്തിയതിന് ശേഷം 7-ാം തീയതി വൈകിട്ട് ടെലിവിഷനിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു സംസാരിച്ചു. ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളുണ്ട്. അതുമാത്രമല്ല, ഫ്രഞ്ച് പ്രസിഡൻറ്റുമായി നെതന്യാഹു ടെലഫോണിൽ സന്ദർശനം നടത്തി എന്നതിൻ്റെ വാർത്ത വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതപ്പോൾ ചോദ്യം വരുന്നു, ഇത് 7-ാം തീയതി വരെയല്ലേ, 8-ാം തീയതിയും 9-ാം തീയതിയും നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു? അതിനുശേഷം നെതന്യാഹുവിനെ കുറിച്ച് കേൾക്കുന്നില്ല. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത തസ്നീം പുറപ്പെടുവിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം ഇസ്രായേലിൽ നടന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായ നെതന്യാഹുവിനെ ഇപ്പോൾ അല്പം മുമ്പ് കണ്ടു. എവിടെയാണെന്നറിയാമോ? ജെറുസലേമിൽ മിസൈൽ വീണ സ്ഥലത്തേക്ക് തസ്നീമിൻ്റെ വാർത്ത വന്നല്ലോ, നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. ഇറാൻ്റെ വാർത്താ ഏജൻസി മുൻ അമേരിക്കൻ ചാരനെ കോട്ട് ചെയ്ത് റഷ്യൻ പത്രത്തിൽ വന്നതാണെന്ന് പറഞ്ഞ് ഈ വാർത്ത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നെതന്യാഹുവിനെ ജെറുസലേമിൽ കണ്ടിരിക്കുന്നു. നെതന്യാഹു അവിടെ വന്നു എന്ന് മാത്രമല്ല, ഇറാനെ കുറിച്ച് വളരെ വൈകാരികമായ ഒരു പരാമർശവും ജെറുസലേം സന്ദർശിച്ചുകൊണ്ട് നെതന്യാഹു നടത്തിയിരിക്കുന്നു. നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ബൈബിളിലെ ശത്രുവായ അൽമാക്കാണ് ഇറാൻ. അൽമാക്ക് എന്ന് പറയുന്ന ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ശത്രുവായ അൽമാക്കാണ് ഇറാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെയുള്ള പോരാട്ടം അതിശക്തമായി തുടരുമെന്ന് നെതന്യാഹു പറയുന്നതിൻ്റെ വിഷ്വൽസ് ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇറാൻ ചെയ്തത് എന്താണ്? ഇറാൻ എവിടുന്നോ കിട്ടിയ അവരുടെ ആഗ്രഹം അങ്ങനെ സാധിക്കുന്ന തരത്തിൽ പറഞ്ഞെങ്കിലും കഴുത കരഞ്ഞു തീർക്കുമെന്ന് പറയുന്ന പോലെ നെതന്യാഹു ഒന്ന് ചത്ത് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട്. അതുപോലെ ഇറാൻ ആഗ്രഹിക്കുകയാണ് എങ്ങനെയെങ്കിലും നെതന്യാഹു ഒന്ന് മരിച്ചു കിട്ടണം. കാരണം നെതന്യാഹു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിൻ്റെ ആധിപത്യം തുടർന്നുകൊണ്ടിരിക്കും, ഇസ്രായേലിൻ്റെ കടന്നാക്രമണം തുടർന്നുകൊണ്ടിരിക്കും, ഇസ്രായേലിൻ്റെ കരുത്ത് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇറാന് ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിവുള്ള ആളുകൾ, ലോകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇസ്രായേലാണ്, നെതന്യാഹു ആണെന്ന് തിരിച്ചറിയുന്നവർ അദ്ദേഹത്തിൻ്റെ മരണം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി തസ്നീം ഇസ്രായേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ലജ്ജാകരമാണ്. ഇറാനെക്കുറിച്ച് അത്ര ലജ്ജയൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം അബ്ബാസ് അരഗാച്ചി, അവരുടെ വിദേശകാര്യമന്ത്രി, ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നത് എന്താണ്? കാരണം അവിടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് വൈകാരികമായ ഒരു കുറിപ്പോടെയാണ് ഇറാൻ്റെ മന്ത്രി ഒരു ചിത്രം പോസ്റ്റ് ചെയ്തത്. ഇറാൻ്റെ മന്ത്രി ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് റോയിട്ടർ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും ആ ചിത്രം പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഫാക്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ആ ചിത്രം കോവിഡ് കാലത്ത് ഇന്തോനേഷ്യയിൽ മരിച്ച കുഞ്ഞുങ്ങളെ അടക്കം ചെയ്യുന്ന ചിത്രമായിരുന്നു. നോക്കൂ, ഒരു യുദ്ധം നടക്കുമ്പോൾ, നിർണായകമായ യുദ്ധം നടക്കുമ്പോൾ, സ്വന്തം രാജ്യത്ത് കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യം അവരെ സംസ്കരിക്കുന്ന ചിത്രം കാണിക്കാതെ വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് വന്ന് ഇന്തോനേഷ്യയിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ മൃതദേഹം അടക്കം ചെയ്യുന്ന ചിത്രം പ്രസിദ്ധീകരിച്ച് ലോകമാധ്യമങ്ങളെ കബളിപ്പിച്ചു. ആര് കബളിപ്പിച്ചു? ഇറാൻ കബളിപ്പിച്ചു. ഇതവരുടെ രീതിയാണ്. ഇറാൻ്റെ പണം കിട്ടി, ഇറാൻ്റെ ആയുധം കിട്ടി, ഗാസയിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ഇത് ചെയ്യുന്നുണ്ട്. പലതവണ ഞാൻ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പ്രേക്ഷകർ ശ്രമിക്കുക. ഒരു ശവഘോഷയാത്ര നടക്കുന്നു, ഒരു മൃതദേഹവും പേറിക്കൊണ്ട് കുറേ ആളുകൾ നടന്നു പോവുകയാണ്. പെട്ടെന്ന് ആകാശത്ത് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ വരുന്നു. ഈ ശവമഞ്ചം പിടിച്ചിരുന്ന ആളുകൾ ശവത്തിനെ താഴെ ഇട്ടിട്ട് ഓടുന്നു. വിമാനത്തിൻ്റെ എരമ്പൽ കൂടി വരുമ്പോൾ പെട്ടെന്ന് കാണുന്നത് ശവം എണീറ്റ് ഓടുന്നു. വ്യാജ വാർത്ത ഉണ്ടാക്കുന്നതിൽ എക്കാലത്തും ഹമാസ് മുൻപന്തിയിലായിരുന്നു. എന്നിട്ട് ലോകം മുഴുവൻ ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ, ഗസയെ പീഡിപ്പിക്കുന്നേ, ചോരക്കളിയാണ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കും, പണം മേടിക്കും, എന്നിട്ട് ആയുധം മേടിക്കും, നേതാക്കന്മാർ സുഖിച്ചു കഴിയും. ഓർമ്മിക്കുന്നില്ലേ, കൊല്ലപ്പെട്ട വലിയ നേതാവിൻ്റെ ഭാര്യ തുരങ്കത്തിൽ കഴിയുന്നത് 36 ലക്ഷം രൂപ വിലയുള്ള ബാഗുമായിട്ടായിരുന്നു. ഒരു വാനിറ്റി ബാഗിൻ്റെ വില 36 ലക്ഷം. ലോകത്തെമ്പാടും ഇസ്രയേൽ കൊല്ലുന്ന ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചോരയുടെ കണക്ക് പറഞ്ഞ് പറ്റുന്ന പണം കൊണ്ട് സുഖലോലുപതയിൽ കഴിയുകയായിരുന്നു ഹമാസിൻ്റെ നേതാക്കന്മാരെന്ന് ലോകം കണ്ടതാണ്. അവർ ചെയ്തിരുന്ന വ്യാജ പ്രചാരണങ്ങൾ, കള്ളങ്ങൾ അതേപടി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അതുകൊണ്ടാണ് ഇറാൻ്റെ മന്ത്രി തന്നെ ഇന്തോനേഷ്യയിലെ കുഞ്ഞുങ്ങളെ സംസ്കരിക്കുന്ന ചിത്രം ഇറാനിലെയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തത്. അതുപോലെ ഈ അണികളെ ആവേശം കൊള്ളിക്കാൻ ജനങ്ങൾക്കിടയിൽ അവിടെ തീവ്ര ഫണ്ടമെൻ്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി അവരൊരു ഫേക്ക് വാർത്ത അടിച്ചുവിട്ടതാണ് നെതന്യാഹു കൊല്ലപ്പെട്ടത് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. കാരണം നെതന്യാഹു നല്ല ജീവനോടെ വന്നിട്ട് അൽമാക്കാണ് ഇറാൻ എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നു. ഈ തസ്നീമിൻ്റെ വാർത്താക്കുറിപ്പിനെ തുടർന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രാജ്യം ഔദ്യോഗികമായി സംസാരിക്കുന്നത് അവരുടെ വാർത്താ ഏജൻസിയിലൂടെയാണ്. ആ വാർത്താ ഏജൻസി തന്നെ കള്ളം പറയാൻ തുടങ്ങിയാൽ നമ്മളെങ്ങനെ ആ രാജ്യത്തെ വിശ്വസിക്കും? ഇത് വലിയ ചോദ്യമാണ്. അപ്പോൾ അത്തരം വ്യാജ പ്രചരണങ്ങളിലൂടെ യുദ്ധം ജയിക്കുക എന്നുള്ളത് ഒരു തന്ത്രമാണ്.
തെറ്റായ പ്രൊപ്പഗാണ്ട നടത്തുക. അമേരിക്ക പണ്ട് ഇക്കാര്യം ചെയ്യുമായിരുന്നു. ഓർക്കുന്നില്ലേ സദ്ദാം ഹുസൈനെ കുറിച്ച് പറഞ്ഞത്? സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റുന്ന മാരകമായ ജൈവായുധങ്ങളുണ്ട്, രാസായുധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലോകത്ത് മുഴുവൻ കാമ്പയിൻ ചെയ്തതിന് ശേഷമാണ് ആക്രമണം നടത്തിയത്. അവസാനം അവിടുന്ന് ഒരു ചക്കക്കുരു പോലും കിട്ടിയില്ല. അങ്ങനെ അവരുടെ ലക്ഷ്യം നേടി. സദ്ദാം ഹുസൈനെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം അമേരിക്ക നേടി. അതിനുവേണ്ടി വലിയ കള്ളങ്ങൾ പറയുന്നു. ഇപ്പോൾ ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങനെ വ്യാജ വാർത്തകൾ, നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയിലൂടെ പുറത്തുവിടുകയാണ്. ഏതായാലും ഒരു കാര്യമുണ്ട്, ഇന്ന് രാവിലെ ട്രംപിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിനെ വെച്ചിട്ട് ഇനിയും കളി തുടങ്ങിയാൽ ഇന്നലെ വരെ തന്നതല്ല, അതിൻ്റെ 20 ഇരട്ടി മടങ്ങിൽ ആക്രമിക്കുമെന്ന് ട്രംപ് വീണ്ടും പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ട്രംപ് മറ്റൊന്നുകൂടി പറഞ്ഞിരിക്കുന്നുണ്ട്. അത് സമാധാനം കാക്ഷിക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം യുദ്ധം ഉടൻ തീരുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. യുദ്ധം എങ്ങനെ തീരും? ഉടൻ തീരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിരുപാധികം ഇറാൻ കീഴടങ്ങണം, അല്ലെങ്കിൽ ഇറാൻ്റെ സർവനാശം സംഭവിക്കണം, ഭരണമാറ്റം ഉണ്ടാവണം. മൊജ്തബ ഖമനയിയെ പുതിയ അയത്തുള്ള ആയി നിയമിച്ചത് താൻ അംഗീകരിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അതിവിനാശകരമായ ആക്രമണം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഭാഗത്തു നിന്ന് ഉടൻ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വാർത്തകൾ. ഏതായാലും ഏറ്റവും പുതിയ വാർത്തകൾ, യുദ്ധവാർത്തകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ പ്രേക്ഷകർ കാണുന്നവർ കണ്ടു മടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള നീല നിറത്തിലുള്ള സബ്സ്ക്രൈബ് എന്നുള്ള ബാർ കാണാം. അവിടെ ഒന്ന് വിരലമർത്തിയാൽ മതി. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് മറക്കാതെ അമർത്തുക.